ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇത് ഇന്നലെ രാത്രി ഡിന്നറായിട്ട് കഴിച്ചതും പാസ്ത തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പേരൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ചൈന ടൗൺ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കാലത്താണ്, അപ്പോൾ കാലത്ത് ഇതൊക്കെ തുറന്നിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയ തിരക്കൊന്നും ആയിട്ടില്ല. നല്ല മൾട്ടി കളർ അടിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് അത് അവിടെ കാണുന്നത് ജിയ അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഈ നേരെ കുറച്ച് നടക്കാനേ ഉള്ളൂ, നമുക്കൊരു 1 കിലോമീറ്റർ നടക്കാനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചൈന ടൗൺ എത്തുക. ഇവിടെ ഒരു വെൽക്കം ബോർഡൊക്കെ ഇത് കാണുന്നുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റൊക്കെ ശരിക്കും ചൈനക്കാർ തന്നെയാണ് തോന്നിട്ടോ. അപ്പോൾ അവരുടെ ഡ്രാഗൺ വെച്ചും കണ്ടുള്ളൊരു വെൽക്കമാണ് അവിടെ കാണുന്നത്. ഒരു ടെമ്പിളിൻ്റെ രൂപം. ഇനി അവിടേക്കുള്ള എൻട്രി ഗേറ്റ് ആണോ എന്നറിയില്ല, ടെമ്പിൾ ആണോ എന്നറിയില്ല. ശരിക്കും ഒരു ടെമ്പിളാണ് അവിടെ കാണുന്നത്. ഒരു ചൈനീസ് മാതൃകയിൽ ഉണ്ടാക്കിയത് തന്നെ. പിന്നെയുള്ളവരുടെ മാർക്കറ്റിൽ എത്തിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മാർക്കറ്റാണ്. അവിടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ എന്നൊക്കെ ബോർഡ് കാണുന്നുണ്ട്. ഒക്കെ പെട്ടി തന്നെയാണ് ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നത്. പെട്ടിയിൽ അത് ഹോൾസെയിൽ വേണമെങ്കിൽ ആ പെട്ടി അവിടെ കൊടുക്കുമായിരിക്കും. എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിൽ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും, അതിന് പുറമെ നമ്മൾ കാണാത്ത കുറേ ടൈപ്പ് പച്ചക്കറികളൊക്കെ അവിടെ കാണാം. എല്ലാ സാധനവും ഒരു വീട്ടിലേക്ക് വേണ്ടതും അല്ലാത്തതും കളിസാധനങ്ങളുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു മാർക്കറ്റാട്ടോ ചൈന മാർക്കറ്റ്. വലിയൊരു ഏരിയ തന്നെ ഉണ്ട്. നമ്മളൊരു എൻ്റെ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കത്തി, വാള്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതാ. പക്ഷെ അതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല. കുബേരൻ്റെ അത് അവിടെ നിന്ന് കാണുന്നുണ്ട്. പല കൈവഴികളായിട്ട് ഇതിൻ്റെ ഉള്ളോട്ടൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതൊക്കെ ചൈനീസ് ആണെന്നുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. പക്ഷേ ക്വാളിറ്റി സാധനങ്ങളുണ്ട്. നമ്മളിത് കുറച്ച് തിരഞ്ഞെടുക്കേണ്ടി വരും. അതിൻ്റെ ഇടയ്ക്ക് ഇതട്ടോ മീൻ കച്ചവടം. ചെറിയമാതിരി ജീവനോടെ വളർത്തുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ നമുക്ക് അപ്പം പിടിച്ചു തരും. ഇവിടെ ഇതാ കിലോ കണക്കിന് വെയിറ്റുള്ള ഒരു ഞണ്ടിനെ ഇപ്പോൾ നമ്മൾ കണ്ടിരുന്നു. ഇതൊക്കെ അവിടെ നിന്ന് പിടിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റേറ്റൊക്കെ അവിടെ എഴുതി വെച്ചിരുന്നു. ഈ എന്തൊരു സാധനത്തിന് 999 എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഞണ്ട് കണ്ടില്ല. നന്നായിട്ടുള്ള ഷോറൂമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം കൂടുതൽ ഇപ്പോൾ ഈ ഒരു തണുപ്പ് സമയത്ത് ജാക്കറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവർ അധികം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു ചൈന ടൈപ്പ് സാധനങ്ങൾ തന്നെ. ഭയങ്കര കളർഫുൾ ആയിക്കിട്ടും അവരുടെ ഡ്രസ്സുകളൊക്കെ. ലൈറ്റ് കളർ നോക്കിയാലേ കിട്ടില്ല. പിന്നെ കുറേ ബോൺസായി മരങ്ങൾ, കുറേ ഒരു സാധനം, ഒരു ഏരിയ മൊത്തം അതാണ് ബോൺസായി മരങ്ങളാണ്. വലിയൊരു തുണിക്കട ഇത് കേട്ടോ. നമ്മളിവിടെ നിന്ന് കയറിയിട്ടുണ്ട്. കുറച്ച് എന്തെങ്കിലും സാധനങ്ങൾ നോക്കാം, റേറ്റിൽ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ കാശിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, കുറവുണ്ട്. അപ്പം കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല. ഒരു ജാക്കറ്റ് വാങ്ങി. ഇനി എവിടെയും പോകുമ്പോൾ തണുപ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇടാന്നുള്ളതുകൊണ്ട്. കട്ട് ഫ്രൂട്ട്സിൻ്റെ നല്ലൊരു സ്ഥലം ഇത് അവിടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സുവനീറുകളുണ്ടല്ലോ, കംപ്ലീറ്റ് സുവനീറുകളും. ഇപ്പോൾ നമ്മൾ ന്യൂയോർക്ക് പോയാലോ വാഷിങ്ടണിൽ പോയാലോ അവിടെയൊക്കെയുള്ള സുവനീറുകളും മെയ്ഡ് ഇൻ ചൈന ആയിരിക്കും. അപ്പോൾ ഈ ചൈന മാർക്കറ്റിൽ സുവനീറുകളുടെ ഒത്തിരി ശേഖരങ്ങളുണ്ട്. ഫാൻസി ഐറ്റംസ്, ടോയ്സ് എന്ന് വേണ്ട എല്ലാത്തിൻ്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ഈ മാർക്കറ്റിൽ. നന്ന രാവിലെ ആയതുകൊണ്ട് മാർക്കറ്റിലേക്ക് ആൾ എത്തിപ്പെടുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ എന്തിനാ രാവിലെ തന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ലോസ് ആഞ്ചലസിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വൈകുന്നേരമാണുള്ളത്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ അത്രയും സമയം നമുക്കുണ്ട്. ആ ഒരു സമയം നമുക്ക് ഈ മാർക്കറ്റ് ഒന്ന് കണ്ടുപോകാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. പക്ഷേ ആളൊക്കെ എത്തിപ്പെടുന്നേ ഉള്ളൂ, വലിയ തിരക്കൊന്നുമില്ല. പച്ചക്കറി മാർക്കറ്റിലാണ് നമ്മൾ കുറച്ചെങ്കിലും ആളെ കണ്ടത്. ഇവിടെയൊക്കെ ശരിക്കും കാലി തന്നെയാണ്. അങ്ങനെ ലോസ് ആഞ്ചലസിൽ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് എയർപോർട്ടിലേക്ക് ഇവിടുന്ന് മെട്രോ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ ബസ് കിട്ടും. അപ്പോൾ ബസ് നോക്കട്ടെ. അപ്പോൾ എല്ലാ ലഗേജൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി കേട്ടോ. 5:05 നമ്മളെ ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 12:30. 1 മണിക്കാണ് ബസ്സുള്ളത്. അതായത് 2 മണിയാകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ ഏകദേശം ടൈം റെഡിയാണ്. ഓരോ സംസ്ഥാനങ്ങളും ഓരോ നഗരങ്ങളും കടന്നു പോകുമ്പോൾ ഒരു നഷ്ടബോധം കേട്ടോ. ഇനി നമുക്കിവിടെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ലല്ലോ. എന്തായാലും വരാൻ പറ്റിയത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ തോന്നിട്ടു. അങ്ങനെ ആ ടൈപ്പ് ബിൽഡിങ്ങുകളാണ് നമ്മളവിടെ കാണുന്നത്.
ഒരു വലിയൊരു ഏരിയ തന്നെ, ഈ ഒരു ടൗൺ മൊത്തം തന്നെ കണ്ടില്ലേ, നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്തു. നമ്മളിപ്പം ലാക്സ് എയർപോർട്ട്, ലോസ് ആഞ്ചലസിലുള്ള എയർപോർട്ടിൻ്റെ പേരാണ് ലാക്സ് എന്നാണ് അതിൻ്റെ കോഡ്. ആ എയർപോർട്ടിൻ്റെ പരിസരത്ത് നമ്മൾ എത്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ എൻട്രിക്ക് നമ്മൾ ഇനി കുറേ ഓടണം കേട്ടോ. ഇതിൻ്റെ ഏതൊരു ബാക്ക് സൈഡിൽ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഫെഡെക്സ് കണ്ടില്ലേ, ഇവിടെ അമേരിക്ക മൊത്തം ഈ കൊറിയർ സർവീസ് ഫെഡെക്സ് ആണ്, സ്വന്തമായിട്ട് ഫ്ലൈറ്റൊക്കെ ഉള്ള ടീമാണ്. കണ്ടില്ല, നമ്മൾ ആ ഫ്ലൈറ്റ് എയർപോർട്ട് കണ്ടിട്ട് പോലും നമുക്ക് അങ്ങോട്ട് കയറാനുള്ള സമയമായിട്ടില്ല കേട്ടോ. നല്ല ലോങ് ആയിട്ട് തന്നെ നമുക്ക് ഇനിയും പോകാനുണ്ട്. പല സ്തൂപങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻട്രീൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതെ അതെ അതെ, ഈ ഒരു ബ്രിഡ്ജ് അങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് പാർക്കിംഗ് ഒക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ ഇറങ്ങി. വലിയ ലഗേജ് ഒന്നുമില്ല, നമ്മുടെ അടുത്തുണ്ടായിരുന്ന ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേഗം ചെക്കിംഗ് ഒക്കെ വേഗം നടത്തി നമുക്ക് പോകാൻ പറ്റും. ചെക്ക് ഇൻ കൗണ്ടറുകളിലൊക്കെ ആളുകൾ നന്നേ കുറവാണ്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിയാൻ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അത്ര ഫാസ്റ്റാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളിലെത്തി. നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഡെൽറ്റയാണ്, പക്ഷേ അതിന് സമയം ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയം എയർപോർട്ടിൽ വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും 5 മണീൻ്റെ ഫ്ലൈറ്റിന് നമ്മളൊരു 3:30 ആകുമ്പോൾ എത്തിയാലും മതി. പക്ഷേ നമ്മളിപ്പോൾ മണി 2 ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. നമ്മളെ ഗേറ്റ് നമ്പർ 35 ഇവിടെ ഇതാ കാണിച്ചിട്ടുണ്ട് 30 to 39 റൈറ്റിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. നമുക്ക് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി കുറേ സമയം കിടക്കുന്നുണ്ട്. നമുക്ക് പോകാനുള്ള ഡെൽറ്റ ഫ്ലൈറ്റാണ് കേട്ടോ ഇത്. ഇതിലിപ്പോൾ നമുക്ക് കാണാം, ലഗേജൊക്കെ ലോഡ് ചെയ്യുന്നത് കാണാം. ഒത്തിരി റെസ്റ്റോറൻറ്റുകളും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും ഒക്കെ ഉള്ളൊരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയത് ഇപ്പോൾ കേട്ടോ. സ്റ്റാർബക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് അവിടെ കാണാം. കാലത്ത് തന്നെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒരു തിരക്കാണ് അവിടെ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഇത് അവിടെ നിന്ന് അത്യാവശ്യം വലിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് തന്നെയാണ്. ഇതൊക്കെ നമ്മളെ ഗേറ്റിനടുത്തേക്ക് നടന്നു പോകുമ്പോൾ അതിൻ്റെ അരികിലുള്ളതാണ് കേട്ടോ. ഇതൊക്കെ 2 ഭാഗത്തായിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട്. ഡെൽറ്റ എയറിൻ്റെ ആ ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫ്ലൈറ്റാണ് ഈ കാണുന്ന വെള്ള കേട്ടോ. ബോർഡിംഗ് ഒക്കെ റൈറ്റ് ടൈമിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നല്ലൊരു ഇൻറ്റീരിയറൊക്കെ ഉള്ള ഒരു വിമാനം കേട്ടോ, ഡെൽറ്റ വിമാനം. നമ്മളിത് 2ാമത്തെ പ്രാവശ്യമാണ് ഡെൽറ്റയിൽ കയറുന്നത്. കുഴപ്പമില്ലാത്തൊരു വിമാനം. അത്യാവശ്യം നല്ല സീറ്റുകളാണ്. ഹെഡ് റെസ്റ്റ് ഒക്കെ നല്ല ഹെഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ മോണിറ്ററിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടും കേട്ടോ. ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേര്. സാൻ ഫ്രാൻസിസ്കോയിലേക്കാണ് യാത്ര. ഇതിൻ്റെ റൂട്ട് വരെ കാണിച്ചുകൊണ്ടുള്ള ഒരു മോണിറ്ററിലെല്ലാം കിട്ടി നോക്കും. ലോസ് ആഞ്ചലസ് ഇതവിടെ കാണിച്ചിട്ടുണ്ട്. സമുദ്രത്തിന് പാരലായിട്ടാണ് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്നത്. ഇത് ടോട്ടൽ കിലോമീറ്റർ എത്ര ഉണ്ട് എന്നുള്ളതും ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. 542 കിലോമീറ്റർ. അപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ എത്തും. പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ഫ്ലൈറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. In the event of rough air, the crew might also need to buckle up for safety. We appreciate your understanding if our service is interrupted. നമ്മളെ ഫ്ലൈറ്റ് ഈ റൺവേയിൽ എത്തിയിട്ട് കുറേ സമയമായിട്ടു. ഫ്ലൈറ്റ് ടൈമിനൊക്കെ അവിടുന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സിഗ്നൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ 7:30 മണിക്ക് ഇപ്പോൾ നമ്മൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടു. ശരിക്കും 7 മണിക്ക് എത്തേണ്ടതാണ്. അരമണിക്കൂർ നമ്മൾ ലേറ്റാണ് എന്തായാലും. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങണം. നമുക്ക് ഹോട്ടലിലേക്ക് ഇവിടുന്ന് ബസ് ഉണ്ടാവും. അപ്പം ബസ് ചൂസ് ചെയ്യാം. നോക്കട്ടെ ബസ് എവിടുന്ന് കിട്ടുകയെന്നൊക്കെ ഇനി കണ്ടുപിടിക്കണം. നോക്കട്ടെ, പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിനുള്ളിലോട്ട് ഉള്ളത്. ഒരു ഊട് വഴിമാരിയൊക്കെ ഉള്ളൊരു വലിയൊരു വൃത്തിയൊന്നും കാണുന്നില്ല എയർപോർട്ട്. ഇനിയിപ്പോൾ എന്താ പുറത്തെ സ്ഥിതി എന്നറിയില്ല. ഇവിടെ ഇതാ കുറേ ആളുകളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാണുന്ന ആൾ നമ്മളെ ബേസ്ബോളിലെ ഫേമസ് ആളുകളാണ്. അതേമാതിരിയുള്ള ആളുകളായിരിക്കും അതൊക്കെ. അപ്പോൾ കുറച്ച് നേരം അങ്ങോട്ട് നടക്കാണ്ട് കേട്ടോ. പുറത്തെത്താൻ വേണ്ടിയിട്ട് നല്ല മാറ്റിട്ട വഴി കൂടി നമുക്കിങ്ങനെ നടക്കാം. ഒരു പ്രത്യേകമായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തൊരു സ്ഥലം കാണാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു നെറ്റൊക്കെ തൂക്കിയ മാതിരിയുള്ള ഒരു സ്ഥലമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നേരെ പോയ ബസ്സിൻ്റെ സ്ഥലങ്ങളും പാർക്കിംഗ് ഏരിയകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് മാറണം. ഇവിടുന്ന് ഇനി വേണ്ടത് ബാഗേജ് ക്ലെയിം ഉണ്ടെങ്കിൽ അതെടുക്കാം. അതെടുത്ത് പുറത്തിറങ്ങാം. നമുക്ക് ഏതായാലും ഇതൊന്നുമില്ല. ഇവിടുത്തെ സാൻ ഫ്രാൻസിസ്കോ വെൽക്കം ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുറത്തേക്കാണ് ഇനി നമുക്ക് പോകേണ്ടത്. അവിടുന്ന് തന്നെ ബസ്സും കിട്ടേണ്ടതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട മാതിരി ഒന്നുമല്ല കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് പോകുന്നപ്പോഴേക്ക് എയർപോർട്ടിൻ്റെ ആകെ രൂപങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ബാഗേജ് ക്ലെയിം വരുന്ന ആ ഒരു ബെൽറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരും ബസ്. അപ്പം ബസ്സിൻ്റെ ആ പോയിന്റിലേക്ക് ഒന്ന് പോയി നോക്കാം.
ഇവിടെയൊക്കെ കണ്ടില്ലേ, കാർ പാർക്കിംഗ് ഒക്കെ നല്ല അടിപൊളി ബിൽഡിങ്ങുകളാണ് കേട്ടോ. പാർക്കിംഗ് ഒക്കെ കാണുന്നത്. നോ സ്റ്റോപ്പിംഗ് കാറുകളാണ് വരുന്നത്. നമ്മളെ ബസ് വരുന്നുണ്ട് കേട്ടോ. ഈ ബസ്സിൽ ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് ഹോട്ടലിൻ്റെ അടുത്തേക്ക്. ഇന്ന് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഹോട്ടലല്ല. സാധാരണ എല്ലായിടത്തും നമ്മൾ ഹോട്ടലാണ് ബുക്ക് ചെയ്യുക. പക്ഷേ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഹോസ്റ്റലാണ് കേട്ടോ. ഹോസ്റ്റലാണെങ്കിലും സെപ്പറേറ്റ് റൂമാണ്. അപ്പോൾ അവിടേക്ക് ബസ്സിൽ വലിയ തിരക്കൊന്നും ബസ്സിലില്ല. നല്ല അടിപൊളി ലക്ഷറി ബസ്സാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഹോസ്റ്റലിൻ്റെ പരിധിയിൽ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഹോസ്റ്റലിലേക്ക് നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രാത്രിയുണ്ട്. ഇനിയിപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ ഫുഡൊന്നും ഉണ്ടാവില്ല. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒരു ഫുഡ് നോക്കണം. ഇവിടുത്തെ സാൻ ഫ്രാൻസിസ്കോ ടൗണ് കണ്ട് നടക്കാമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ചെറുങ്ങനെ ഫുഡ് കഴിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. അപ്പോൾ ഇതാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം. നല്ല വലിയൊരു ബെഡുണ്ട്. പിന്നെ വേറെ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും കേട്ടോ. ആ ബെഡ്റൂമിൽ തന്നെയാണ് ഇതേമാതിരി ഒരു വാഷ് ബേസിൻ കാണാം. സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയുള്ള ബാത്റൂമുകളുണ്ട്. അപ്പോൾ അത്രയാണ്. സൗകര്യങ്ങൾ കുറച്ച് കുറവായിരിക്കും. ടോയ്ലറ്റൊക്കെ നല്ല ടോയ്ലറ്റൊക്കെ തന്നെയാണ് ഉള്ളത്. ബാത്തിന് പ്രത്യേകിച്ചൊരു ഒരു സ്ഥലം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് മൊത്തം നമ്മൾ രാവിലത്തെ ചൈനീസ് മാർക്കറ്റ്, അത് കഴിഞ്ഞിട്ട് ഫുള്ള് യാത്രകളാണ്. നേരെ മുന്നേ കാണുന്നൊരു പാർക്കിംഗ് പ്ലാസ ആട്ടോ അത്. നല്ലൊരു അടിപൊളി. ഇതേമാതിരി നമ്മൾക്ക് അമേരിക്കയിൽ ഏത് സ്റ്റേറ്റിൽ പോയാലും പാർക്കിങ്ങിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ കാണാം നമുക്ക്.